സാധനം വാങ്ങാനുള്ള പൈസ മീഷോക്കാർ തന്നെ തന്നാ എങ്ങനെ ഉണ്ടാവും? കേൾക്കുമ്പോ എന്തോ പോലെ തോന്നില്ലേ? പക്ഷെ ശരിക്കും മീഷോ തരുന്നുണ്ട്. ഞാൻ പ്രൂഫ് ഇതേ ഇവിടെ കാണിക്കാം. മീഷോ സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ആപ്പാണല്ലേ. ഞാൻ മീഷോയിൽ ഒരുപാടധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ സാധനങ്ങൾ വെച്ച് തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇട്ടതിൽ കൂടെ ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മീഷോയിൽ നിന്ന് സാധനം വാങ്ങാന്നുള്ളതാണ്. ഓഫ് കോഴ്സ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങിയ സാധനമാണെന്നുണ്ടെങ്കിൽ. ഇതാണ് എനിക്ക് അക്കൗണ്ടിൽ ഫസ്റ്റ് കിട്ടിയ പൈസ എന്ന് പറയുന്നത്. 600 രൂപയാണ് എനിക്ക് ഫസ്റ്റ് ഈ മീഷോയിൽ നിന്ന് വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. എനിക്ക് 600 രൂപ കിട്ടിയ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു റെഡ് ഡ്രസ്സ് ഞാൻ മീഷോയിൽ ആ സമയത്ത് വാങ്ങിച്ചതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ആ ഒരു ടൈമിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അത് ഈ ഒരു നീല ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഷോർട്ട് കുർത്തിയാണ്. ഈ ഒരു ബ്ലാക്ക് ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ഒന്നും ചെയ്തില്ല കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ. ബോസ് വന്നിട്ട് നടുക്ക് ഇങ്ങനെ ഓപ്പൺ പോലെയാണ് വരുന്നത്. ഈ 600 രൂപ അവർ നമുക്ക് ഇട്ടുതരുന്നതിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പാർട്ടീസിനും ഇവിടെ ഉപയോഗം തന്നെയാണ് ഉണ്ടാവുന്നത്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിലൂടെ അവരുടെ മാർക്കറ്റിംഗ് സ്കീമാണ് ഉണ്ടാവുന്നത്. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവർ തരുന്ന പൈസ ഉപയോഗിച്ച് സാധനം വാങ്ങുന്നു, വീഡിയോ ഇടുന്നു, റിട്ടേൺ ചെയ്യുന്നു, വീണ്ടും സാധനം വാങ്ങുന്നു, വീഡിയോ ഇടുന്നു, റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തവരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാട്ടോ അതിനെ കുറിച്ചിട്ട്. അപ്പൊ ആ ഒരു സംഭവമാണ് നമുക്ക് ഉപയോഗപ്രദമായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് പൈസ മീഷോ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വെച്ച് താമസിപ്പിക്കുന്നില്ല. എങ്ങനെ മീഷോ വഴി പൈസ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് മീഷോ അഫിലിയേറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഇങ്ങനെ വരും. ആ ഫസ്റ്റ് കാണുന്ന അഫിലിയേറ്റ് വെബ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മീഷോയിലേക്കായിരിക്കും അത് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഏത് അക്കൗണ്ട് ആണെങ്കിലും അത് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ എനിക്ക് അവിടെ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് അവിടെ ഓപ്പൺ ആവും. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്യുന്നത് സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആണ്, 100% സേഫ് ആണ്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ വാലറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ എങ്ങനെ റിഡീം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് വാലറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരിതിൽ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു 600 റുപ്പീസ് അതൊരു വെരിഫിക്കേഷൻ പ്രോസസ് ആണ്. അവർ ചെക്ക് ചെയ്യും നമ്മൾ നല്ലതാണോ, ജെന്യുവൻ ആണോ, നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ 600 രൂപ തരുന്നുണ്ടാവുക. ഇത് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഒരിക്കലും പൈസ ഇട്ടില്ല, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അവർ നാച്ചുറലി 600 രൂപ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ പോപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതുപോലെ 600 രൂപ കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മീഷോ അവരുടെ ഫുൾ വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ടാവും. അക്കൗണ്ടിലേക്കല്ല, മീഷോ വാലറ്റിലേക്ക് ഇട്ട് തരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. അപ്പൊ ഓക്കെ, ബൈ.